ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള PSC നടത്തുന്ന ഇലക്ട്രിക്കൽ എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ്. അതായത് ഇനി വരുവാനുള്ള പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ റിലേറ്റഡ് എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കണ്ടന്റുകളും KCBയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ KCB ആണ്. വളരെ ആശങ്കയോടുകൂടി ആൾക്കാർ ആദ്യം ഇത് കേൾക്കും, എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന്. കാരണം ഇതിന്റെ DOE വന്നത് ഈ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്. അപ്പോൾ ഈ ഒരു തസ്തികയെ പറ്റി എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചതെന്ന്. അതിന് ആത്യന്തികമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു തസ്തിക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അതായത് ഇതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ കേവലം 6 പോസ്റ്റുകൾ മാത്രമായിരുന്നു ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഈ ഒരു തസ്തികയിലേക്ക് മെയിൻ ലിസ്റ്റ് വരികയും അതിൽ നിന്ന് അഡ്വൈസ് പോവുകയും ചെയ്തതിൻ്റെ നമ്പറാണ് നമ്മളിവിടെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് ഈ ഒരു തസ്തികയിലേക്ക്, അതായത് 439/2022 എന്ന നമ്പറിൽ വന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് ഇട്ട് ഇതിൽ നിന്ന് ഇതിനോടകം അഡ്വൈസ് പോയിരിക്കുന്നത് 227 നമ്പറാണ്. അതായത് 227 പേർക്ക് എന്ത് ചെയ്തു, അഡ്വൈസ് പോയിരിക്കുന്നു മെയിൻ ലിസ്റ്റിൽ നിന്ന്. ഇനി ഇത് കൂടാതെയോ 364 പേരുടെ മെയിൻ ലിസ്റ്റാണ് നിലവിലുള്ളത്. അതായത് സാധാരണഗതി നമുക്കറിയാം, ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും സാധാരണഗതിയിൽ അതിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒന്നും എന്ത് കിട്ടില്ല, അഡ്വൈസ് കിട്ടുകയില്ല. പക്ഷേ ഈ ഒരു ട്രെൻഡ് ഇനിയും അങ്ങോട്ട് തുടർന്നാൽ നമുക്കറിയില്ല, PSCയിൽ പെട്ടെന്ന് വരുന്ന ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള റിട്ടയർമെന്റ് ഒക്കെ ആവാം പെട്ടെന്ന് ഒരു ഗ്രാബ് ചെയ്ത ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയത്. എന്നാൽ പോലും ഇനിയുള്ള സമയങ്ങളിൽ ജൈവപരമായിട്ടുള്ള റിട്ടയർമെന്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇങ്ങനെ ഒരു പരിതസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 364 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്താൻ അധിക സമയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറച്ച് നമ്പർ ഓഫ് വേക്കൻസികൾ മാത്രമുള്ളപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കാതെ ഉഴപ്പിക്കളയുന്ന, അല്ലെങ്കിൽ അതിനെ അപേക്ഷിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ അപേക്ഷിച്ചാൽ തന്നെ വൃത്തിയായിട്ട് പഠിക്കാത്ത ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിലുണ്ട്. പ്രത്യേകിച്ചും ടെക്നിക്കൽ PSCയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ PSCയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്നത് ജനറൽ PSC അപേക്ഷിച്ച് വളരെ ചെറിയ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് വളരെ വൃത്തിയായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാം അല്ലെങ്കിൽ വരുന്ന മറ്റേതെങ്കിലും ഒരു എക്സാമിനേഷന് നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അതായത് വളരെ ചെറിയ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മാത്രമേ മത്സരിക്കുന്നു എന്നതുകൊണ്ടും ഒപ്പം തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും എന്നതുകൊണ്ടും ഇത് വളരെയധികം കൂടും എന്നത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേക്കൻസി ഇവിടെ പ്ലേസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തത് പഠിക്കുവാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. കേവലം 6-ൽ നിന്ന് 227 വരെ ഈ ഒരു DOE വന്ന് വിത്തിൻ 4 മാസം കൊണ്ട് ഇത് സംഭവിച്ചുവെങ്കിൽ ഇത് ഏത് വേക്കൻസിയിലും ഇതുപോലെയുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോസ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഈ ഒരു വേക്കൻസി നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് തയ്യാറെടുപ്പുകൾ എപ്പോഴേ തുടങ്ങാം. ഇങ്ങനെ ഒരു തയ്യാറെടുപ്പുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള KCB ഉൾപ്പെടെ മറ്റ് ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്തരത്തിലുള്ള വേക്കൻസികൾ വിളിക്കുമ്പോൾ അതിന് കൃത്യവും ചിട്ടയുമുള്ളൊരു പഠനമാർഗവും അതിനുള്ള ഒരു ധാരണയും നിങ്ങളുടെ കയ്യിലുണ്ടാവും. അങ്ങനെ ഏതൊരു എക്സാമിനേഷനെയും അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു മത്സര പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലാണ്. ആ ഒരു സ്കില്ല് നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് അനായാസം കരസ്ഥമാക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു എക്സാമിനേഷന്റെ മെയിൻ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 439/2022 ആണ്. ഈ 2022 വന്ന ഈ ഒരു വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ വേണ്ടുന്ന യോഗ്യത എന്ന് പറഞ്ഞാൽ BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട യോഗ്യതയായിട്ടുള്ളത്. ഇതിന് തതുല്യമായിട്ടുള്ള ഇക്വലൻസി ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. അന്ന് സാലറി എന്ന് പറയുന്നത് 40,975 മുതൽ 81,630 ആണ്. ഇത് KCB ആയതുകൊണ്ട് തന്നെ നിലവിൽ ഈ സാലറിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അന്ന് വന്നതാണ്. അന്നത്തെ നിന്ന് വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകും. ഇനിയും അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കൂ, 19 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. ഇവിടെ പ്രായപരിധിയും വളരെ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയും അവസരങ്ങളുള്ള പോസ്റ്റാണ്. അതിന് എഫേർട്ട് ഇട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്തുണ്ടായി, റിസൾട്ട് കിട്ടി. ഇതിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ 364 ആൾക്കും അഡ്വൈസ് കിട്ടാം. 100% ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല.
റിട്ടയർമെന്റ് ഒക്കെ അതിനകത്തൊരു ഘടകമാണ്. എങ്കിൽ പോലും മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കും 3 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ എന്ത് കിട്ടാം, അഡ്വൈസ് കിട്ടാം. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 2ാമത്തെ വർഷത്തോടുകൂടി ഇതിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ PSC മുമ്പോട്ട് പോകും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി എന്ത് തന്നെയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് കൂടി മുമ്പിൽ കണ്ടു തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ് എന്നാണ് പ്രധാനമായിട്ടും പറയുവാനുള്ളത്. ഇനിയും ഇവിടുത്തെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 168ാമത്തെ ആൾക്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഈഴവ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ 166ാമത്തെ ആൾക്കാണ് പോയിരിക്കുന്നത്, OC എന്ന് തന്നെയാണ് പോയിരിക്കുന്നത്. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് എത്തുമ്പോൾ 303ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ST യിലേക്ക് എത്തുമ്പോൾ 17ാമത്തെ ആൾക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. LC അതിലേക്ക് പോകുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 2ാമത്തെ ആൾക്ക് പോയിട്ടുണ്ട്. ഇനിയും OBC ഓപ്പണിലേക്ക് പോകുമ്പോൾ 164ാമത്തെ ആൾക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും വിശ്വകർമ്മ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ 159ലേക്കും SUCI നാടാർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ 245ാമത്തെയും ഹിന്ദു നാടാറിൽ 1ാമത്തെ സപ്ലിമെന്ററി ലിസ്റ്റിലും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോലും ഇവിടെ റിക്രൂട്ട്മെന്റ് നടന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ധാരണ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പം ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി പറയുന്ന തസ്തികയെ നമ്മൾ മുമ്പിൽ കാണാൻ പോകുന്നത്. അതായത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 132/2020 എന്നൊരു കാറ്റഗറിയിലായിരുന്നു. ഇതിന്റെ യോഗ്യത ബിടെക് തന്നെയാണ്. അന്ന് ഇതിന്റെ സാലറി എന്ന് പറഞ്ഞാൽ 39,500 മുതൽ 83,000 വരെയാണ്. ഇത് 2020ലെയാണ്. അങ്ങനെ ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ അന്ന് 22-36 ഇപ്പോഴും പ്രായപരിധിയിൽ മാറ്റമൊന്നും വരാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 132/2020 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ ഈ നോട്ടിഫിക്കേഷൻ വരികയും ഇതിന്റെ DOE 3/8/2023 നിലവിൽ വരികയും ചെയ്തു. ഇവിടെയും കട്ട് ഓഫ് മാർക്ക് 64 മാറിയിരുന്നു. ഇനിയും അഡ്വൈസ് പോയത് 27 എണ്ണമാണ്, 26 അല്ല, 27 അഡ്വൈസ് പോവുകയും ചെയ്തു. മെയിൻ ലിസ്റ്റിൽ 105 പേര് ഉൾപ്പെടുകയും ചെയ്തു. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇത്രയും വേക്കൻസികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് നമ്മൾ വേക്കൻസി കുറവാണ് എന്നതിന്റെ പേരിൽ പ്രിപ്പയർ ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ എഫർട്ട് ഇടാതെ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു ക്ലിയർ കട്ട് മെസ്സേജ് ആണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമുകളാണ് ഈ വരുന്നതൊക്കെ. അതായത് എല്ലായിടത്തും നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ചും ടെക്നിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ നോളജ് ഉള്ളവർ മാത്രമേ ഇത് എഴുതുകയുള്ളൂ. മാത്രമല്ല ടെക്നിക്കൽ മേഖലയിൽ നിന്ന് എക്സാമിന് വേണ്ടി എഫർട്ട് ഇടുന്നവരുടെ എണ്ണവും വളരെ കുറവായിരിക്കും എന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ്. അത് നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഇടുന്ന എഫർട്ടിന് വളരെയധികം പ്രയോജനമുള്ളതാണ്. ഇവിടെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 10ാം റാങ്കുള്ള ആളിനെയും EWSൽ നിന്ന് 72ാമത്തെ റാങ്ക് ഹോൾഡറിനെയും ഈഴവ ബിലവ തീയയിൽ നിന്ന് 24ാമത്തെ റാങ്കുള്ള ആളിനെയും SC കാറ്റഗറിയിൽ നിന്ന് 78ാമത്തെ ആളിനെയും ST കാറ്റഗറിയിൽ നിന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ 1ാമത്തെ ആളിനെയും മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് 16ാമത്തെ ആളിനെയും എടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിയമന രീതി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും അവസാന 5 വർഷങ്ങളിൽ ഏണസ്റ്റ് അക്കാഡമിക്ക് ടെക്നിക്കൽ PSC മേഖലയിൽ കൃത്യമായ ഒരു ചുവടുവെപ്പ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് 1, 2, 3 റാങ്കുകൾ മിക്ക പരീക്ഷകൾക്ക് നമുക്ക് കിട്ടുന്നു എന്നത് മാത്രമല്ല, മറിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് ഏതാണ്ട് 20% മുതൽ 50% വരെ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്നു എന്നത് നമ്മുടെ ഒരു ആധികാരികമായ ക്ലാസ്സുകളുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു വിജയത്തിന്റെ ഭാഗമാകുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയുമായി ബന്ധപ്പെട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങളുടെ ജോലി സംസ്ഥാന സർക്കാരിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ ഒരു ജോലി നിങ്ങളുടെ ഒരു ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് കൃത്യവും വ്യക്തവുമായ ഒരു ദിശാബോധത്തോടുകൂടി പഠിച്ച് നിങ്ങൾക്ക് ജോലി കരസ്ഥമാക്കാവുന്നതാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ഒപ്പം തന്നെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അറിയണമെങ്കിലോ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.